കൊടിക്കുന്നിലിനെതിരെ KSU ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫീഖർ രംഗത്ത്. ദേശീയ നേതാവ് പാരവെച്ചതാണ് കൊട്ടാരക്കരയിലെ UDFന് തിരിച്ചടിയായതെന്ന് അൻവർ പറയുന്നു. പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ചെറുപ്പക്കാരെ ഇല്ലാതാക്കുന്നു, ഇഷ്ടമില്ലാത്തവരെ തെരഞ്ഞുപിടിച്ച് തോൽപ്പിക്കുന്നുവെന്നും അൻവർ സുൽഫീഖർ പറയുന്നുണ്ട്. സംസ്ഥാനമാകെ വീശിയടിച്ച UDF തരംഗം കൊട്ടാരക്കരയിൽ ഇല്ലാതെ പോയെന്നും കാരണം ഇതാണെന്നുമാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സുൽഫീഖർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഈ പറയുന്നത് പോലെ ഈ UDFനുള്ളിലെ ചില ഭിന്നതകൾ കൂടി മറനീക്കി പുറത്തു വരികയാണ്. പ്രത്യേകിച്ചും കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോര് അത് കൂടുതൽ മറനീക്കി പുറത്തു വരുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ സുൽഫീഖർ കൃത്യമായി പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചതിന് പിന്നിൽ ഉണ്ടായ കാരണമെന്നും ഇത്തരത്തിൽ കൊടിക്കുന്നിലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു നീക്കം ഇത്തരത്തിൽ ഓരോ ആളുകളെ തെരഞ്ഞു പിടിച്ച് അല്ലെങ്കിൽ വേർതിരിച്ച് കാണുന്ന ആ ഒരു സാഹചര്യമാണ് ഉണ്ട് എന്നുള്ളൊരു കാര്യം എടുത്തു പറയേണ്ടത്. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് മനോജ് ചേർന്നുണ്ട്. മനോജ്, എന്താണ് നിലവിലെ സാഹചര്യം? വിഷ്ണു, KSU കൊല്ലം ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫീഖറാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതായത് ഒരു ദേശീയ നേതാവ് യുവാക്കളെയെല്ലാം മാറ്റി നിർത്തുന്നു. അതായത് കൊട്ടാരക്കരയിൽ UDFന് സീറ്റുകൾ നഷ്ടമായത് ഈ ദേശീയ നേതാവിൻ്റെ പോരായ്മ കൊണ്ടാണ് എന്നുള്ളതാണ്. അത് കൃത്യമായും കൊടിക്കുന്നിലിനെ ഉദ്ദേശിച്ചാണ് എന്നുള്ളത് വ്യക്തമാണ്. അതിൽ തന്നെ കൃത്യമായും പറയുന്നുണ്ട് കേരളം മുഴുവൻ ഒരു UDF തരംഗമായിരുന്നു, പക്ഷേ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ മാത്രം അതില്ല എന്നുള്ളത്. ഈ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലെ UDFൻ്റെ ഒരു തകർച്ചയാണ് കാണേണ്ടി വന്നത്. അതിൻ്റെ കാരണം എന്താണെന്നാണ് ഈ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് അടക്കം ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിരുന്നത്. എന്തായാലും ഈ ദേശീയ നേതാവ് അതോടൊപ്പം തന്നെ പാർട്ടിയെ നശിപ്പിക്കുന്ന ദേശീയ നേതാവിൻ്റെ ശിങ്കിടികളും എന്ന പദപ്രയോഗമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ തന്നെ കൊട്ടാരക്കരയിൽ ഈ UDFന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ തന്നെ മാറ്റി നിർത്തുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പലയിടത്തും അതായത് CPMനെ സുഖിപ്പിച്ചാണ് ലോക്സഭ സീറ്റ് വാങ്ങിയിട്ടുള്ളത്. പകരം നിയമസഭയും പഞ്ചായത്തും അവർക്ക് വിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഏറ്റവും ശ്രദ്ധേയം എന്ന് പറയുന്നത് ഈ ദേശീയ നേതാവിൻ്റെ വാർഡിൽ പോലും UDFന് ജയമില്ല എന്നുള്ളതാണ്. അത് അൻവർ സുൽഫീഖർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പലയിടത്തും അതായത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ച് വരികയാണ്. മുൻപ് തന്നെ അതായത് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഈ KSU നേതാക്കളൊക്കെ തന്നെ DCCയിൽ ഒരു പ്രതിഷേധം നടത്തിയിരുന്നു. കാരണം KSU നേതാക്കളെ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ പരിഗണിച്ചില്ല എന്ന് കാണിച്ചാണ്. അതായത് KSU ഒരു ലിസ്റ്റ് നൽകിയിരുന്നു, പക്ഷേ അവരെയൊന്നും പരിഗണിച്ചില്ല എന്ന് കാട്ടിയായിരുന്നു പ്രതിഷേധം. അതിനു പിന്നാലെയാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കൊട്ടാരക്കരയിൽ UDFന് തകർച്ചയുണ്ടായി എന്ന് കാണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അതിൽ നേതൃത്വം കൃത്യമായും ഇടപെടണം. ഈ പാർട്ടിയെ ദേശീയ നേതാവ് വിറ്റുതുലച്ചു എന്നുള്ള കാര്യമാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ശക്തമായിട്ടുള്ള ഒരു വിമർശനം തന്നെയാണ് KSUവിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത്. അത് കൊടിക്കുന്നിൽ സുരേഷ് എംപിക്കെതിരെയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. മനോജാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിധി എഴുതിയത് ഇടത് വലത് മുന്നണികൾക്ക് കനത്ത മറുപടിയായി മാറുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ NDAയുടെ വിജയക്കുതിപ്പ് അത് തന്നെയാണ് ഏറ്റവും വലിയ മറുപടിയായി മാറുന്നത്. എന്തായാലും വാർത്തകളിലേക്കൊക്കെ തന്നെയും ഇനി പോകേണ്ടതുണ്ട്. വരും മണിക്കൂറിൽ നിർണായകമായ ചില മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി വരാനിരിക്കുന്നു. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്തേ.